ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വചനം തിരുവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, ദൈവമേ എന്തുകൊണ്ട് എന്ന് നിലവിളിക്കുന്ന ചോദ്യങ്ങൾ ഉയർത്തുന്ന എൻ്റെ ദുർബല മനസ്സിനെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചോദ്യങ്ങളില്ലാതെ നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് നന്മയും തിന്മയും ഒരുപോലെ സ്വീകരിക്കാൻ നിറഞ്ഞൊരു മനസ്സ് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കി സഹനങ്ങളിൽ നഷ്ടധൈര്യമാവാതിരിക്കാൻ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ രക്ഷകനായ ഈശോയെ അനുധാവനം ചെയ്ത പരിശുദ്ധ അമ്മയെപ്പോലെ സഹരക്ഷകരായി അമ്മയോട് ചേർന്ന് ഞങ്ങളും നടന്നു നീങ്ങാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാപൂർവം തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 20-21 തിരുവചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലെ പോകുക. നിന്റെ ഗുരു, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പിതാവ്, നിന്റെ സൽഗുരു, നിന്നെ മുന്നോട്ട് നയിക്കുന്ന, നിന്റെ വഴികളിൽ പ്രകാശമായി നിൽക്കുന്ന, ദീപസ്തംഭമായി നിൽക്കുന്ന, അന്ധതയിൽ നിന്ന് നിന്നെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ ഗുരു. വചനം പറയുന്നു, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നമുക്ക് തന്നാലും ഗുരുവിൻ്റെ നയനങ്ങൾ നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് പറയുന്ന ഒരു സ്വരം എപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. ആ സ്വരത്തിന് ചേർന്നൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിച്ചതെന്ന് നിരന്തരം മനസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കാനായിട്ട് സാധിക്കട്ടെ. കർത്താവ് യെശയ്യാ പ്രവാചകൻ 43-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 4 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മോട് ഉറപ്പിച്ചു പറയുന്നു, നമ്മെ ബലപ്പെടുത്തി അവിടുന്ന് വചനത്തിലൂടെ പറയുന്നു. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യനെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ആവർത്തിച്ച് നമ്മോട് പറയുന്ന ദൈവം അവിടുന്ന് പറയുന്നു, സമുദ്രത്തിലൂടെ നീ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം, പക്ഷെ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നീ നടക്കേണ്ട, അഗ്നി പോലെ പൊള്ളുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ ജ്വാല നമ്മെ ദഹിപ്പിച്ചു കളയുകയില്ല. അഗ്നിയിലൂടെ കടന്നു പോകാൻ ജ്വാലകൾക്ക് നമ്മെ സ്വാധീനിക്കാൻ സാധിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും നിന്നെ പരിപാലിക്കുന്നവനുമാണ്. ഇങ്ങനെ നമ്മെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ കരുത്തുറ്റ കരത്തിൻ്റെ ബലം നമുക്ക് കാണിച്ചു തരുന്ന, നമ്മെ ബോധ്യപ്പെടുത്തുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് യഥാസമയവും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കട്ടെ. 21-ാമത്തെ തിരുവചനം പറയുകയാണ്, വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ചു പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തെരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി.
ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യം ഇത് നാം തിരിച്ചറിയേണ്ടതല്ലേ? വചനം പറയുകയാണ്, എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തെരഞ്ഞെടുത്ത ജനത്തിന്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാനും നീയും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാനാണ്. അതുകൊണ്ടാണ് ഈജിപ്തിലെ മരുഭൂമിയിൽ, ഈജിപ്തിൽ വെച്ച് അവിടെ ഇസ്രായേൽ ജനം ഫറവോയുടെ അടിമത്തത്തിന് കീഴിൽ കഴിഞ്ഞിരുന്ന കാലത്ത് മോശ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ തീരുമാനമായപ്പോൾ മോശ പ്രവാചകൻ ഫറവോയോട് ചെന്ന് പറയുന്ന കാര്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലേ? മോശ പ്രവാചകൻ പറഞ്ഞു, ദൈവം അരുളി ചെയ്യുന്നു, എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറയുക. എന്തിനു വേണ്ടി? എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറയുക. ദൈവത്തെ ആരാധിക്കാൻ ദൈവജനത്തെ വിട്ടയക്കാൻ ഫറവോയോട് പറയുക. ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ട നമ്മെക്കുറിച്ച് യെശയ്യാ പ്രവാചകനിലൂടെ പറയുകയാണ്, എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച് പരിപാലിച്ച് തെരഞ്ഞെടുത്ത എൻ്റെ ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരുഭൂമിയിലൂടെ 40 സംവത്സരം നമ്മുടെ പൂർവികർ നടന്നുപോയ കാലഘട്ടങ്ങൾ, ദാഹജലത്തിന് പാറ പിളർന്ന് വെള്ളമൊഴുക്കി കൊടുത്ത നല്ല ദൈവത്തിൻ്റെ പരിപാലന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? വചനഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ ഹൃദ്യസ്ഥമാണല്ലോ, നിറഞ്ഞു നിൽക്കുന്നില്ലേ? അതുകൊണ്ട് വചനം പറയുകയാണ്, ഇത്രമാത്രം നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ തണലിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മറക്കാതിരിക്കാൻ ശ്രമിക്കാം. അത് മറക്കുമ്പോഴാണ് കഷ്ടതയുടെ ദിനങ്ങളിൽ നാം ദൈവത്തോട് മറുതലിക്കുക, നാം ദൈവത്തെ മറക്കുക, എന്തുകൊണ്ടെന്ന് ചോദ്യം ചെയ്യുന്നവരായി നാം മാറുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനോഹരമായ ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചില അനുഭവങ്ങൾ എത്ര വായിച്ചാലും കൊതി തീരാത്ത, എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ആഴങ്ങളിലേക്ക് വീണ്ടും വീണ്ടും കടന്നു ചെല്ലാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു വചനഭാഗമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതവും അതിനോടൊപ്പം മറ്റ് 2-3 ചെറുപ്പക്കാരുടെ ജീവിതമൊക്കെ മനോഹരമായ ചില ചിത്രങ്ങളിലൂടെ ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16, 17, 18 തിരുവചനങ്ങളിൽ 3 യുവാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തെ, വിജാതീയ ദൈവങ്ങളെ ആരാധിക്കാൻ, മനുഷ്യനെ ദൈവമായി ആരാധിക്കാൻ, പൂജിക്കാനൊക്കെ വിമുഖത കാണിച്ച 3 യുവാക്കളെ കുറിച്ച് പറയുന്ന മനോഹരമായൊരു ദൃശ്യം, ഒരു ചിത്രം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. നബൂഖദ്നേസർ രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ എന്നെ ആരാധിക്കുക, എൻ്റെ പ്രതിമയെ ആരാധിക്കുക. അങ്ങനെ ആരാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും. എന്നിട്ട് ചോദിക്കുകയാണ്, ഏത് ദേവനുണ്ട് എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി? രാജാവ് ഈ 3 ചെറുപ്പക്കാർ പറയുന്ന ഉത്തരമാണ്. ശദ്രക്, മെഷാക്ക്, അബദ്നെഗോയ് രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബൂഖദ്നേസർ രാജാവേ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം കൂടെ നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. 2 കാര്യമാണ് ഈ യുവഹൃദയങ്ങൾ അരക്കിട്ടുറപ്പിച്ച് പറയുന്നത്. ഒന്ന്, എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവം കഴിവുറ്റവനാണ്, അവന് സാധിക്കും, അവൻ ഞങ്ങളെ രക്ഷിക്കും. ഏത് ദേവനുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എന്ന ചോദ്യത്തിന് അവരുടെ മറുപടി ഇതാണ്, തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്, ആ ദൈവം ഞങ്ങളെ രക്ഷിക്കും. അടുത്ത് അവിടം കൊണ്ട് നിന്നില്ല, അവരുടെ വിശ്വാസം ഒരു പടി കൂടെ ഉയർത്തിയിട്ട് അവരേക സ്വരത്തിൽ പറയുകയാണ്, ഒരു വേള ഈ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ, തൽക്കാലം തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നില്ലെന്ന് വിചാരിച്ചോ? ഞങ്ങളെ ആ തീച്ചൂളയിൽ വെന്തുരുകി അവിടെ മരിക്കണമെന്നത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് വിചാരിച്ചോ? എങ്കിലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. ഒരു വേള ദൈവം ഞങ്ങളെ സഹായിക്കാൻ ഓടിയെത്തിയില്ലെങ്കിലോ എന്നോർത്ത് ഞങ്ങൾ ജീവനിൽ കൊതിയുള്ളവരാകുന്നില്ല. അവിടെ കിടന്ന് മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ പോലും നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല.
പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിക്കുന്നതെന്ന് തുടർന്ന വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ അധ്യായത്തിൽ തന്നെ 2-ാമത്തെ തിരുവചനത്തിൽ യുവാക്കന്മാരുടെ കീർത്തനം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്ത് പിന്നെ 1 മുതൽ വചനങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതിൽ 2-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: അസീറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. ഈ 3 യുവാക്കളിൽ ഒരാൾ അസീറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. ഈ രാജാവ് കോപാവേശത്താൽ ഈ 3 യുവാക്കളെ അഗ്നിയിലേക്ക് എറിയാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അവർ അഗ്നിയിലേക്ക് എറിയപ്പെട്ടു. ആ അഗ്നികുണ്ഡത്തെക്കുറിച്ചൊക്കെ പറയുന്നത് 3-ാമത്തെ അധ്യായത്തിൻ്റെ ഈ കീർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് പറയുന്നത് ഇങ്ങനെയാണ്: കർശനമായ രാജകൽപ്പന അനുസരിച്ച് തീച്ചൂള അത്യുഗ്രമായി ജ്വലിപ്പിച്ചുകൊണ്ട് ശദ്രക്കിനെയും മെഷാക്കിനെയും അബേദ്നെഗോയെയും ചൂളയിലേക്ക് കൊണ്ടുവന്നവരെ തീജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. അടുത്തേക്ക് അടുക്കുന്നവരെ ദഹിപ്പിക്കാൻ തക്ക വിധം തീച്ചൂള അത്രമാത്രം ഉയർന്ന് ആളി കത്തുമ്പോൾ, അങ്ങനെ കത്തുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ 3 യുവാക്കൾ അവിടെ കിടന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവരുടെ അധരങ്ങൾ ദൈവത്തിന് കീർത്തനം ആലപിക്കാൻ തുടങ്ങി. ഇങ്ങനെ കീർത്തനം ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ 26-ാമത്തെ തിരുവചനം പറയുകയാണ്: അസീറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിൻ്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് അകറ്റി മാറ്റി. ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റു വീശുന്ന സ്ഥലം പോലെയായി. അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല. അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുകയില്ല. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടി അകറ്റി. യുവാക്കന്മാരുടെ വിശ്വാസമാണത്. ഞങ്ങളുടെ ദൈവം അഗ്നിയുടെ മധ്യത്തിൽ നിന്ന്, തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഭവിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. നമുക്കറിയാം, ദൈവം തൻ്റെ ദൂതനെ തീച്ചൂളയിലേക്ക് അയക്കുകയും ഈ തീച്ചൂളയിൽ നിന്ന് ജ്വാലയെ ആട്ടിയകറ്റി ജലഗണങ്ങൾ കൊണ്ട് നിറച്ചു. നല്ല കൂളിംഗ് എയർ കണ്ടീഷൻ ചെയ്ത നല്ല കൂളിംഗ് ഉള്ള സ്ഥലത്ത് നിൽക്കുന്നത് പോലെ ഈ യുവാക്കന്മാർ ദൈവത്തെ പ്രകീർത്തിക്കാൻ തുടങ്ങി. രാജാവ് ഉണർന്ന് നോക്കുമ്പോൾ, രാജാവ് എഴുന്നേറ്റ് നോക്കുമ്പോൾ സുമുഖനും സുന്ദരനുമായ ഒരു യുവാവ് കൂടെ ഈ 3 യുവാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് 4 പേർ ദൈവത്തെ പാടി സ്തുതിക്കുന്ന മനോഹരമായ ദൃശ്യമാണ് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചത്. ഇവിടെ വചനം നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്, ഒരു വലിയ ബോധ്യമുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വേദനയിലേക്കും തകർച്ചയിലേക്കും താഴ്ചയിലേക്കും ഇറങ്ങി വന്ന് നമ്മെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് ദൈവം. അതുകൊണ്ട് കഷ്ടതയുടെ ദിനങ്ങളിൽ ദൈവത്തെ സ്വയം ശപിച്ച് നിരാശപ്പെട്ട് ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ മറ്റു പലരെയും തേടി ദൈവത്തെക്കാൾ ശക്തിയുള്ളവരും കഴിവുള്ളവരൊക്കെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നെട്ടോട്ടം ഓടുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വചനം തുളച്ച് കയറേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ വചനം മറന്നേക്കാൻ നമ്മുടെ ജീവിതം ഇടയായാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ തള്ളിപ്പറയും. ദൈവത്തിൻ്റെ പരിപാലനയെ നമ്മൾ വിസ്മരിച്ചു പോകും. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തുറ്റ കരങ്ങൾ നമ്മൾ അറിയാതെ പോകും. ദൈവത്തിൻ്റെ വചനത്തിൽ ആഴപ്പെടാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ അടയിരിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലും അധരത്തിലും കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിൻ്റെ മുകളിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. ഈശോ പറഞ്ഞില്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക, അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു തരത്തിലേക്ക് നാം തരം താഴപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ. അധ്വാനിക്കുക, കഷ്ടപ്പെടുക, എങ്ങനെയെങ്കിലും വയറ് നിറയ്ക്കുക, ജീവിക്കണം എന്നൊരൊറ്റ തത്രപ്പാടിൽ ദൈവത്തെ മറക്കുന്നു. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. ദൈവത്തിന് സമയം കൊടുക്കാൻ നമുക്ക് സമയമില്ല. ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് സമയമില്ല. അല്ലേ, പലരുടെയും ജീവിതത്തിൽ ഒരു ധ്യാനത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. 5 ദിവസം വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി സ്വസ്ഥമാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പറയാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ: സമയമില്ല. ജോലി കഴിഞ്ഞിട്ട് സമയമില്ല. അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ചിട്ട് സമയമില്ല. വർഷത്തിൽ ഒരു 5 ദിവസം പോലും ദൈവത്തിനായി മാറ്റിവെക്കാൻ സമയമില്ലെന്ന് പറയുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അപ്പത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ നാം മറന്നു പോകുന്നൊരു വലിയ സത്യമുണ്ട്. നമ്മെ താങ്ങി നിർത്താൻ കഴിയുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ കരത്തെ വിസ്മരിച്ചു പോകാൻ ഈ വചനത്തിൻ്റെ ശക്തി നമ്മിൽ നിറയുന്നില്ലെങ്കിൽ, ഈ വചനത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലന നാം വിസ്മരിച്ചു പോകുമെന്ന് മറന്നു പോകരുതേ. എപ്പോഴെങ്കിലുമൊക്കെ കുറേ സമയം, ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി മാറ്റിവെക്കണം. വചനം കേൾക്കാനൊരു ദാഹമുണ്ടാകണം. വചനത്തിനായി ജീവിതത്തെ അടിമ വയ്ക്കണം. വചനത്തിൻ്റെ മുമ്പിൽ അടയിരിക്കാൻ, ധ്യാനിക്കാൻ, വചനം സ്വന്തമാക്കാനുള്ളൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഒന്നുമല്ലാത്തവരായി മാറും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പം നമുക്ക് കർത്താവിൻ്റെ വചനം അറിയുമ്പോഴാണ് ഇത്രമാത്രം പരിപാലിക്കുന്നൊരു ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനെൻ്റെ കഷ്ടതകളിൽ ഞെരുങ്ങുന്നു, ഞാൻ എന്തിനെൻ്റെ കഷ്ടതകളിൽ ആകുലപ്പെടുന്നു, എൻ്റെ രോഗങ്ങളെ ഓർത്ത് ഞാൻ എന്തിനു വേദനിക്കുന്നു, എന്തിനു നീറിപ്പുകയുന്നു. എന്നെ താങ്ങുന്നൊരു ദൈവമുണ്ടല്ലോ, എന്നെ സുഖപ്പെടുത്തുന്നൊരു ദൈവമുണ്ടല്ലോ, എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, എന്നെക്കുറിച്ച് കരുതലുള്ളൊരു ദൈവമുണ്ടല്ലോ, എന്നെ തലോടുന്നൊരു ദൈവം, സ്നേഹിക്കുന്ന ദൈവം, കരുണ കാണിക്കുന്ന ദൈവം. എല്ലാവരും എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെടട്ടെ. ഒരുപക്ഷെ വീട്ടിൽ മാതാപിതാക്കളാൽ, സഹോദരങ്ങളാൽ, ജീവിത പങ്കാളിയാൽ, പ്രിയപ്പെട്ടവരാൽ എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴും ഒന്നുമില്ലെന്ന് തിരിച്ചറിയുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു ദുർബല നിമിഷങ്ങളിൽ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ലെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ വചനത്തിൻ്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ. അതുകൊണ്ട് അഗ്നിയിലൂടെ നീ നടന്നു പോകുമ്പോൾ, യെശയ്യാ പ്രവാചകനിലൂടെ നാം വായിച്ചു കേട്ടു 43-ാമത്തെ തിരുവചനത്തിൽ, അഗ്നിയിലൂടെ നീ കടന്നു പോകുമ്പോഴും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല അതിൽ നിന്ന് ആട്ടിയകറ്റപ്പെടും. വചനം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അത് അനുഭവമല്ലേ. വീണ്ടും ദാനിയേലിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാനിയേലിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. ദാനിയേലിനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തി ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിയിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. 13, 13, 14 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഏകദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസവും ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കില്ലെന്നുള്ള ദാനിയേലിൻ്റെ ദൃഢനിശ്ചയമൊക്കെ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടാൻ ഇടവരുത്തുമ്പോൾ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം എപ്രകാരമാണ് ഇറങ്ങി വരുന്നതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 20, 29 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ദാനിയേലിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊല്ലും. രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയേലിനെ വിട്ടുകൊടുത്തു. അവർ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു. 6 ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി. 7 സിംഹങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു. ദിവസേന അവർക്ക് 2 മനുഷ്യ ശരീരങ്ങളും 2 ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ദാനിയേലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും അവർ കൊടുത്തില്ല. 6 ദിവസം അവൻ സിംഹക്കുഴിയിൽ 7 സിംഹങ്ങളുടെ മധ്യത്തിൽ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ 6 ദിവസം ചിലവഴിച്ചെന്ന്. ഓരോ ദിവസവും ആ സിംഹങ്ങൾക്ക് 2 മനുഷ്യ ശരീരവും 2 ആടുകളെയും കൊടുക്കുമായിരുന്നു. അത്രയും ഭക്ഷണം കഴിച്ചിരുന്ന ഈ സിംഹങ്ങൾ 6 ദിവസവും അവയ്ക്ക് ഭക്ഷണം കൊടുത്തില്ല ഈ ദാനിയേലിനെ കൊല്ലേണ്ടതിന്. എന്ത് സംഭവിച്ചു? ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. 33-ാമത്തെ വചനം പറയുന്നു, അക്കാലത്ത് ഹബക്കൂക്ക് പ്രവാചകൻ യൂദയായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കുവാൻ വേണ്ടി വയലിലേക്ക് പോകുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഹബക്കൂക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കൂക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല, സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോൺ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു. ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലോ? ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിൻ്റെ ദൂതൻ ഉടനെ ഹബക്കൂക്കിനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. 6 ദിവസമായി ഭക്ഷണം കഴിക്കാതെ 7 സിംഹങ്ങളുടെ മധ്യത്തിൽ കിടക്കുന്ന ദാനിയേലിനെ ഓർത്ത ദൈവം ഹബക്കൂക്ക് പ്രവാചകനെ മുടിയിൽ തൂക്കിയെടുത്ത് ബാബിലോണിലേക്ക് ഈ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ കൊണ്ടുവന്ന് നിർത്തി
അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അപ്പവും കറിയും ദാനിയേലിന് എത്തിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് 40-ാമത്തെ വചനം, 7-ാം ദിവസം രാജാവ് ദാനിയേലിനെ പ്രതി വിലപിക്കാനെത്തി. 7 സിംഹങ്ങളുടെ മധ്യത്തിൽ കിടക്കുന്ന മനുഷ്യനല്ലേ, എന്നും അദ്ദേഹത്തെ കൊന്നു, ശരീരം പോലും ഇല്ലാതെ അസ്ഥികൾ പോലും സിംഹം തിന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് ആ കുഴിയിൽ ദാനിയേലിനെ പ്രതി വിലപിക്കാനെത്തിയ രാജാവ് അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയേൽ അവിടെ ഇരിക്കുന്നത് കണ്ടു. രാജാവ് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാനിയേലിൻ്റെ ദൈവമേ, അങ്ങ് അത്യുന്നതനാണ്, അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. അവൻ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു. ഉടൻ തന്നെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് അവരെ സിംഹം വിഴുങ്ങി. 6 ദിവസം പട്ടിണി കിടന്നു. 7-ാമത്തെ ദിവസം ഒരു ശരീരം കിട്ടുകയാണ്. സിംഹങ്ങൾ ദാനിയേലിനെ വധിക്കാൻ ശ്രമിച്ചവരെ മുഴുവൻ വിഴുങ്ങിക്കളയുന്നത് രാജാവ് നോക്കി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിംഹക്കുഴിയിൽ 7 സിംഹങ്ങളുടെ മധ്യത്തിൽ നിന്ന് 6 ദിവസങ്ങൾക്ക് ശേഷം ദൈവം രക്ഷിക്കുന്നു ദാനിയേലിനെ. നമ്മുടെ ജീവിതത്തിൻ്റെ നാളുകളായി, നീണ്ട വർഷങ്ങളായി, നീണ്ട കാലങ്ങളായി ഞാൻ ഈ ജീവിതത്തിൽ, ഈ വേദനയിൽ, ഈ തകർച്ചയിൽ, ഈ തഴക്കദോഷത്തിൽ, ഈ പാപാവസ്ഥയിൽ, ഈ ചെളിക്കുണ്ടിൽ കഴിയുന്നു. ഇനി ആർക്കെന്നെ രക്ഷിക്കാൻ സാധിക്കും? ചിലർ വിലപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ഈ ദുശീലങ്ങളിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും? മോചനം പ്രാപിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മദ്യത്തിൻ്റെ ആസക്തിയിൽ നിന്ന്, ജഡത്തിൻ്റെ ആസക്തിയിൽ നിന്ന്, പാപത്തിൻ്റെ മ്ലേച്ഛതകളിൽ നിന്ന്, ഈ മ്ലേച്ഛക്കുഴിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിലപിക്കുന്ന എത്രയോ സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ രക്ഷിക്കാൻ സാധിച്ച ദൈവത്തിന് നിന്റെ പാവാവസ്ഥയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ലേ? അവിടെ നിന്ന് കരകയറ്റുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ? ആ ദൈവത്തിലൊന്ന് വിശ്വസിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ രക്ഷിച്ച എൻ്റെ ദൈവം എന്നെയും ഈ പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് ബോധ്യപ്പെടാൻ നമുക്കൊന്ന് സാധിച്ചിരുന്നെങ്കിൽ, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഈ ദൈവസന്നദ്ധിയിലേക്ക് എസ്തറിനെ പോലെ നമ്മുടെ ജീവിതത്തിലും, എസ്തറിൻ്റെ പുസ്തകത്തിൽ എസ്തറിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, എസ്തർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, കർത്താവേ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ദൈവമേ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ഈ ലോകത്ത് മറ്റാരും സഹായത്തിനില്ലാത്ത ഏകയാണ് ഞാൻ. മറ്റാർക്കും എന്നെ സഹായിക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. എന്നെ സഹായിക്കാൻ അങ്ങ് കരമൊന്നുയർത്തണമേ എന്ന് പറയാൻ എസ്തറിനെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ, ആ എസ്തറിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു 18ഉം 19ഉം തിരുവചനം. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ, ആശ്രയമറ്റുള്ളവരുടെ ശബ്ദം കേൾക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. എന്തിൻ്റെങ്കിലും അടിമത്തമുണ്ടോ? എന്തിൻ്റെങ്കിലും ഭയത്തിൻ്റെ അടിമത്തമുണ്ടോ? ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്ന് എസ്തറിനെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. തോബിതിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനം പറയുകയാണ്, കുഞ്ഞെ, ധൈര്യമായിരിക്കുക. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കുക. കുഞ്ഞെ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഇപ്പോൾ അനുഭവിക്കുന്ന രോഗപീഠകളിൽ, ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഭയത്തിൽ നിന്ന് മാറി നിൽക്കുക. ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുക. ഭയം നിന്നെ ഇരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം പറയുകയാണ്, അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതയിൽ അവൻ ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടും വെയിലിൽ തണലുമാണ്. നമുക്ക് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ. പ്രവാചകനോടൊപ്പം നമുക്ക് പറയാം, ദൈവമേ, അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയാണ്. ദരിദ്രനായ എൻ്റെ കഷ്ടതയിൽ എനിക്ക് ഉറപ്പുള്ള അഭയമാണ്. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടും വെയിലിൽ തണലുമാണ് അങ്ങെനിക്ക്. ഈ ദൈവത്തോട് ചേർന്ന് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കട്ടെ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുകയാണ്, മനുഷ്യൻ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ദൈവമേ, എന്ന് വരെ ദൈവമേ, എന്തുകൊണ്ട് ദൈവമേ, എന്ന് വരെ ദൈവമേ എന്ന് മനുഷ്യകുലം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു.
ഇതിനുള്ള ഉത്തരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രൂശിതൻ നമുക്ക് തന്നിട്ടുണ്ട്. കുരിശു മാത്രമാണ് പ്രത്യാശയുടെ പ്രതീകവും വിശുദ്ധ അടയാളവും. കുരിശ് നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ കുരിശ് നമുക്ക് ഉത്തരമായിട്ടുണ്ട്. ലീമായിലെ വിശുദ്ധ റോസ് പറയുകയാണ്, നമുക്ക് സ്വർഗത്തിലേക്ക് കയറാൻ കുരിശല്ലാതെ മറ്റൊരു കോവണിയില്ല. സ്വർഗത്തിലേക്ക് കയറേണ്ടവരല്ലേ നമ്മൾ? സ്വർഗത്തോളം ഉയർത്തപ്പെടേണ്ടവരാണ് നമ്മൾ. സ്വർഗത്തിലേക്ക് കയറാൻ കുരിശല്ലാതെ മറ്റൊരു കോവണിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കുരിശാവുന്ന കോവണിയിലൂടെ, സഹനമാവുന്ന കോവണിയിലൂടെ സന്തോഷത്തോടെ തുള്ളിച്ചാടി ഞാൻ സ്വർഗത്തിലെത്തുവോളം എൻ്റെ വലതുഭാഗത്ത് എൻ്റെ കരം പിടിച്ച് അങ്ങ് കൂടെ ഉണ്ടാകണമേ. അമ്മ മാതാവേ, എൻ്റെ ഇടതുവശത്ത് എൻ്റെ കരം പിടിച്ച് അമ്മ കൂടെ ഉണ്ടാകണമേ. ഈശോയോടും അമ്മയോടും ചേർന്ന് ഈ ജീവിതം സ്വർഗത്തിലെത്തുവോളം നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് കൈകോർക്കാം. സഹനങ്ങളിൽ നഷ്ടധൈര്യരാവാതിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കൃപകളും കൊണ്ട് നാം നിറയപ്പെടട്ടെ. ആമേൻ.